നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇർഷാദിയ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ടർഫ് നാടിന് സമർപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കൂവളൂർ ഇർഷാദിയ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്പോർട്സ് വില്ലേജ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടർഫ് നാടിന് സമർപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. എന്നുള്ളത് തിരിച്ചറിയുന്നു. ക്ഷമ എന്നുള്ള ജീവിതത്തിലെ വലിയ പാഠത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു. അച്ചടക്കം എന്നുള്ളത് സ്വയം ബോധ്യപ്പെടുന്നു. അങ്ങനെ വ്യക്തിജീവിതത്തിൽ വേണ്ടതായ മുഴുവൻ കാര്യങ്ങളും കളിക്കളത്തിൽ നിന്നും കുട്ടികൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ സ്വയം ഈ മൂല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സഹവർത്തിത്വത്തെക്കുറിച്ച് ആന്റണി ജോൺ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇർഷാദിയ ചെയർമാൻ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് അൽ ഖാസിമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ U മുഹമ്മദ് ബഷീർ, വൈസ് ചെയർമാൻ അർഷാദ് ബിൻ ഖാസിമി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, വാർഡ് മെമ്പർമാരായ സീനത്ത് മൈദീൻ, റിയാസ് തുരുത്തൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമെ പുറത്തുനിന്നുള്ള കായിക പ്രേമികൾക്കും ഉപയോഗിക്കത്തക്ക വിധത്തിലാണ് ടർഫ് ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.